കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ഓട്ടോബയോഗ്രഫി പറയുവാണോ? ഏത് മാളത്തിൽ ഏത് പാമ്പുണ്ടെന്ന് ആർക്കും അറിയാൻ പറ്റാ. എല്ലാവരോടും നിന്നെപ്പറ്റി പറഞ്ഞാ ചിലപ്പോ വല്ല ജോലിയും കിട്ടിയാലോ. പേപ്പറില് ഇന്നെങ്കിലും വല്ല ജോലിയുടെ ഒഴിവ് വല്ലതും ഉണ്ടോ? ഒഴിവുകൾ ഒരുപാടുണ്ട് കേട്ടാ, പക്ഷേ നമുക്ക് പറ്റിയതില്ല. കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ ടീച്ചറെ ആവശ്യമുണ്ട്. സാലറി 10,000 രൂപ. മോനെ, നല്ല ജോലിയാടാ അത്. വേഗം പോയി ജോയിൻ ചെയ്തോ. ഒന്ന് നിൽക്കേട്ടാ, അവർക്ക് എന്നെപ്പോലെ യങ് ടീച്ചേഴ്സിനെ ഒന്നും വേണ്ടാന്ന്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള 50 വയസ്സിന് മുകളിലുള്ളവരെ വേണമെന്ന്. ഈ ജോലി നമുക്ക് പറ്റൂല. കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുന്ന ഒരാളെ കിട്ടിയ പോരെ. അതിന് പ്രായം ഒരു പ്രശ്നമാണോ? അവരെ വീട്ടിലെ കല്യാണം കഴിയാത്ത പെൺകുട്ടികളുണ്ടാവും ചിലപ്പോ. അങ്ങനെ ആയിക്കോട്ടെ, ആ ഭാഗത്തേക്ക് നീ നോക്കാതിരുന്ന പ്രശ്നം തീർന്നല്ലോ. ആ കാര്യം അവര് ചിന്തിക്കണ്ടേ? എനിക്കറിയാലോ, ആ ജോലി നിനക്ക് തന്നെയാ. എനിക്ക് പ്രായം 30, അവർക്ക് ആവശ്യം 50 വയസ്സിന് മുകളിൽ. 1000 കള്ളം പറഞ്ഞും ഒരു കല്യാണം നടത്തണമെന്നല്ല കേട്ടിട്ടുള്ളത്. വയസ്സൊന്നും പ്രശ്നമല്ല, ഒരു വേഷം കെട്ടിയേ തീരാവുന്നതല്ലേ ഉള്ളൂ. വേഷം മാറാനോ? ഇത് ഫസ്റ്റ് ഡേക്ക്. ഇത് സെക്കൻഡ് ഡേക്ക്. ഇത് തേർഡ്. ഇത് ഫോർത്ത്. 7 ദിവസത്തേക്ക് 7 ഡ്രസ്. ഇതിനെല്ലാം മാച്ചിങ് ആയ ജ്വല്ലറിയും വേണം. എന്തു പറ്റി ഡാർലിംഗ്? ലഗേജ് ഒക്കെ പാക്ക് ചെയ്യുന്നു. എന്താ സ്വന്തം വീട്ടിലേക്ക് പോവാ? സ്വന്തം വീട്ടിലേക്ക് എന്തിനാ? ഓഹോ, അല്ലല്ലേ. അപ്പോ ഇതൊക്കെ പാവപ്പെട്ട ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പോവാ? ഇത്രയും കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ ആരെങ്കിലും ദാനം ചെയ്യോ? അല്ല, നീ ഒരു വലിയ റിച്ച് അല്ലേ, അതുകൊണ്ട് ചെയ്താലും കുഴപ്പമില്ല. തമാശ പറയല്ലേ. നിന്റെ ഏത് ഡ്രസ്സാ പാക്ക് ചെയ്യണ്ടേ? എന്റെ എന്തിനാ? പിന്നെ ഡ്രസ് ഇല്ലാതെ വരാൻ പോവാണോ? എങ്ങോട്ടാടി? നീ മറന്നുപോയോ? എനിക്ക് അങ്ങനെ ഒക്കേഷൻ ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. അഖിൽ, ആവശ്യമില്ലാതെ എന്നെ ടീസ് ചെയ്യരുത്. ഏത് ഡ്രസ് എടുത്തു വെക്കണമെന്ന് പറയ്. ഇനി അധികം സമയമില്ല. എന്തിനു സമയമില്ലാന്ന്? ഹണിമൂണിന് പോവാൻ. സോറി, എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. നീ വേണമെങ്കിൽ പോയ്ക്കോ. എന്താ നീ കളിക്കുകയാണോ? നീ ഇല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ഹണിമൂൺ? സോറി, നിന്നോട് ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ ഹണിമൂൺ ക്യാൻസലായി. നീ തമാശ പറയല്ലോ. നോ ഡിയർ, സീരിയസ്ലി. നമ്മൾ ഹണിമൂണിനായിട്ട് എവിടെയും പോകുന്നില്ല. നീ എന്താ ഈ പറയുന്ന അഖിൽ? നിന്റെ അമ്മയും ഏട്ടനും സമ്മതിച്ചെന്ന് പറഞ്ഞതല്ലേ? ദൈവം വരം കൊടുത്താലും പൂജാരി വരം കൊടുക്കില്ലെന്നൊരു ചൊല്ലി നീ കേട്ടിട്ടില്ലേ? ഇപ്പൊ ഈ പഴഞ്ചൊല്ലിന്റെ ആവശ്യം? നമ്മുടെ ഹണിമൂണിന്റെ കാര്യത്തിലും അതാ സംഭവിച്ചത്. നമ്മുടെ ഹണിമൂണിന് വേണ്ടി അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ പെർമിഷൻ തന്നാലും നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർ അങ്ങോട്ട് ചെല്ലണ്ടെന്നാ പറയുന്നത്. നമ്മൾ തടയാൻ അവരാരാണ്? അവര് നമ്മുടെ അടുത്തുള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്നത്. അവിടെ കോവിഡ് കേസ് കുറച്ച് കൂടുതലാണെന്ന്, ലോക്ക്ഡൌൺ ആക്കിയെന്ന്. അവിടെ അല്ലെങ്കിൽ നമുക്ക് മറ്റെവിടെങ്കിലും പോവാലോ. ഇങ്ങനെ പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ ഹോട്ടൽ റൂമൊക്കെ ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പാടാടി. ഇതിലെന്ത് കഷ്ടപ്പാടാ?
ട്രാവൽ ഏജൻസിയിൽ പറഞ്ഞ അവര് ടിക്കറ്റ് ബുക്ക് ചെയ്യല്ലോ. എന്തിനാ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത്? പുറത്തെ സിറ്റുവേഷൻ അത്ര ശരിയല്ലടി. ആ അതെല്ലാം ഓക്കെ ആയിട്ട് നമുക്ക് പോവാം. പിന്നീട് എപ്പോഴാ? നമുക്കൊക്കെ വയസ്സായി കഴിഞ്ഞിട്ടോ. അപ്പോഴും നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് തന്നെ ആയിരിക്കില്ലേടി? ഛെ, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അഖിൽ. നീ എന്നെ ശരിക്കും ഡിസപ്പോയിന്റ് ആക്കി. ഹണിമൂണിന് പോവാന്ന് ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചതാ. ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനുള്ള ഭാഗ്യവും തലയിലെഴുത്തും കൂടി വേണം. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. Rock, paper, scissors. Yay! ഉണ്ണിയോട് വേഗം കുളിച്ചിട്ട് വരാൻ പറഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കണം. ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുകയാണോ? പെട്ടെന്ന് ഈ പാലൊക്കെ കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോകാൻ റെഡിയാകും. സ്കൂളോ? എന്താ പോകുന്നില്ലേ? പോകില്ല. എന്താ പോവാത്തത്? ഇന്ന് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും. സ്കൂളിലേക്ക് പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നാലേ നിങ്ങളുടെ അച്ഛൻ വരുമ്പോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ഛൻ്റെ പണിഷ്മെന്റ് കിട്ടും. അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ഒന്നും പറയില്ല. എന്താ ഒന്നും പറയാത്ത? നിങ്ങൾ സ്കൂളിലേക്ക് പോവാതെ വീട്ടിൽ തന്നെ ഇരുന്നാലേ അച്ഛന് ഇഷ്ടമല്ല. ഞങ്ങൾ ഇന്നിവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് അച്ഛന് നല്ല ഇഷ്ടമേ. ഞങ്ങളെ അച്ഛൻ ഒന്നും പറയില്ല. ഇനിയും കളിച്ചോളൂന്നേ അച്ഛൻ പറയൂ. വേണമെങ്കിൽ നമുക്ക് ബെറ്റ് വെക്കാം. എന്താ ഉണ്ണി ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയുന്നത്? അമ്മയ്ക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ബെറ്റ് വെച്ച് നോക്കിയാലോ? ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് നിങ്ങൾക്ക് ഉറപ്പാ. അങ്ങനെയാണെങ്കിൽ ബെറ്റ് വെക്കുന്നുണ്ടോ? ഓക്കെ, ബെറ്റ് വെക്കാം. അച്ഛൻ ഞങ്ങളെ ഒന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ അമ്മ കേൾക്കേണ്ടി വരും. അഥവാ അച്ഛൻ ഞങ്ങൾക്ക് പണിഷ്മെന്റ് തന്ന അമ്മ പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടോളാം. ഓക്കെ അല്ലേ? ഓക്കെ. നിന്റെ അച്ഛൻ നിന്നെ ഒന്നും പറയില്ല എന്നുള്ള അഹങ്കാരമല്ലേ നിനക്കുള്ളത്? ഇപ്പൊ തന്നെ ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. തൽക്കാലം ഈ പാല് കുടിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അച്ഛന്റെ പണിഷ്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ. കുടിക്കും. ഏട്ടാ, ഏട്ടാ, കുടിക്ക്. അമ്മയ്ക്ക് ഇപ്പൊ പണി കിട്ടും. നോക്കിക്കേ, സ്കൂളിലേക്ക് പോകാൻ പറഞ്ഞത് കേൾക്കാതെ മൂന്നും കൂടി കളിക്കുക. സ്കൂളോ? അതേട്ടാ, ഇവര് 3 പേര് ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കാന്നാ പറയുന്നേ. ഈ കാര്യത്തില് ഏട്ടൻ ഇവരെ ഒന്നും പറയില്ല എന്നും പണിഷ്മെന്റ് പോലും കൊടുക്കില്ല എന്നും ഇവര് എന്നോട് ബെറ്റ് വെച്ചിരിക്കുക. എന്തിനാ ഏട്ടൻ ചിരിക്കുന്നേ? ഇവരോട് സ്കൂളിലേക്ക് പോവാൻ പറ. പോകുന്നില്ലെന്നാണ് പറയുന്നെങ്കിൽ 2 അടി കൊടുക്ക്. കണ്ടില്ലേ കണ്ടില്ലേ, ഏട്ടന്റെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഒരുപാട് കൊഞ്ചിക്കുന്നുണ്ടാ ഇവര് 3 ഇങ്ങനെ ആയി പോയത്. ഇവരോട് അത് സ്കൂളിലേക്ക് പോവാൻ പറയൂ. എന്താ വസുന്ധരെ, പാവം കുട്ടികളല്ലേ, അവര് കളിച്ചോട്ടെ. ഏട്ടൻ ഏതാ പറയുന്നേ? പ്രോഗ്രസ് റിപ്പോർട്ട് കണ്ടിട്ട് എന്നെ വഴക്ക് പറയത്തു. ഇവരോട് സ്കൂളിലേക്ക് പോവാൻ പറ. സാരമില്ലെന്നേ, ഇന്ന് ഒരു ദിവസത്തേക്ക് റെസ്റ്റ് എടുത്തോട്ടെ.
പെട്ടെന്ന് വെച്ച് ചെയ്. അല്ല വസുന്ധര, സൺഡേസ് സ്കൂളിൽ പോണമെന്നുണ്ടോ? ഇന്ന് സൺഡേ ആണല്ലേ? സൺഡേസ് നമുക്ക് ഹോളിഡേ ആണല്ലോ. അമ്മ ബെറ്റില് തോറ്റുപോയി. ഇന്ന് സൺഡേ ആണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയതല്ലേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, നിങ്ങൾ തോറ്റു. നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ അതുപോലെ ചെയ്യണം. എന്തിയാനാ നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ കൂടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണം. ഇപ്പോഴോ? എനിക്ക് വേറെ ജോലിയുണ്ട്. ഞായറാഴ്ച എന്ത് ജോലിയാ? പിള്ളേരുടെ കൂടെ കുറച്ചു നേരം കളിക്കുന്നേ. അച്ഛാ, അച്ഛനും ഞങ്ങളുടെ കൂടെ കളിക്കണം. അല്ല, അത് എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്, പോയിട്ട് വരെ. അതിനിന്ന് സൺഡേ അല്ലേ? ഇന്നിപ്പോ എന്ത് ജോലിയാ ഉള്ളത്? അല്ല, അത് എനിക്ക് പ്ലീസ് അച്ഛാ, പ്ലീസ് പ്ലീസ് അച്ഛാ, ഇന്ന് സൺഡേ അല്ലേ? അച്ഛൻ ഓഫീസ് ഒന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം കളിക്ക് പ്ലീസ് അച്ഛാ, പ്ലീസ്. ഓക്കെ. അച്ഛാ, ഈ തുണി വെച്ച് അമ്മയുടെ കണ്ണ് കെട്ടിക്കേ.
അച്ഛൻ ഔട്ടായി, അച്ഛൻ ഔട്ടായി. അച്ഛ, ഇനി അച്ഛൻ കണ്ണുകെട്ടി ഞങ്ങളെ പിടിക്കാൻ വരണം. ഞാനോ? അമ്മ അച്ഛന്റെ കണ്ണിന് തുണി കെട്ടി കൊടുക്കമ്മേ. വേണ്ട മോളെ, ഇത്രയും നേരം കളിച്ചില്ലേ, അത് മതി. പ്ലീസ്, നല്ല രസമുണ്ട്, കുറച്ചേരം കൂടി കളിക്കാം. പ്ലീസ് അമ്മ, കണ്ണ് കെട്ടി കൊടുക്ക്. വഴികളിൽ അകമറിയുകയാണോ? ഇനിയും ഇനിയും പറയാതൊരു കഥയാണോ ഇത്? നേരം ഇതുവരെ അതിരിഴകളിലാരോ അനുരാഗമോഹരാജ്യമൊന്നു കാണുമിനിയോ? തുണയിനിയാരോ നീയാണേ, തുടരുകയാണോ പിന്നാലെ? തളിരിടുവാനായി എക്സ്ക്യൂസ് മീ അങ്കിൾ. നിന്നെ കാണാൻ അങ്കിളിനെ പോലെ ഉണ്ട്. നീ എന്തിനാ എന്നെ അങ്കിളിനെ വിളിക്കുന്നേ? ഞാനൊരു അങ്കിളോ? ചേ, 1000 കള്ളം പറഞ്ഞൊരു കല്യാണം നടത്താലോ എന്ന് പറഞ്ഞ് ആ ചായക്കടക്കാരൻ എന്നെ കൊണ്ട് ഈ വേഷവും കെട്ടിച്ചു. ഏതെങ്കിലും വലിയ കോളേജിൽ പ്രൊഫസറായിട്ട് ജോലി ചെയ്യേണ്ടവനാ. തലയിലെടുത്ത് ശരിയല്ലാത്തതുകൊണ്ട് ഗെറ്റപ്പൊക്കെ മാറ്റി ട്യൂഷൻ എടുക്കേണ്ട അവസ്ഥ വന്നു. ഇവിടെ റാമോസ് സാറിന്റെ വീട് എവിടെയാ? ഇത് ചോദിക്കാനാണ് ഇത്ര നേരം ആലോചിച്ചത്. ദാ ആ കാണുന്ന വീടാണ് അങ്കിൾ. അയ്യോ, ഈ അങ്കിളെന്ന വിളി എത്ര നാളും ഞാൻ സഹിക്കേണ്ടി വരുമെന്തോ. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ അങ്കിൾ. അയ്യോ, ഉറക്കത്തിൽ എഴുന്നേറ്റതിന് ശേഷം എന്റെ ഇടത്തെ കണ്ണ് തുടിച്ചോണ്ടേ ഇരിക്കുകയാണല്ലോ. എന്ത് സംഭവിക്കാൻ പോവാണോ എന്തോ. ഗൂഗിളിൽ നോക്കാം. ഹലോ ഗൂഗിൾ, ഇടത് കണ്ണ് തുടിച്ചാ എന്താ സംഭവിക്കാൻ പോന്നെ? നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാൾ കൺമുന്നിലേക്ക് വരും. എന്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരാളെയോ? കാണാൻ എങ്ങനെ ഇരിക്കും? അയാളെ കണ്ട മാത്രയിൽ നെഞ്ചിൽ മണിനാഥം മുഴങ്ങും. തനിയെ കാറ്റിൽ പറക്കും. നിങ്ങൾ അറിയാതെ മയക്കത്തിലേക്ക് പോകും. അങ്ങനെ സംഭവിച്ചാൽ അയാളാണ് നിങ്ങളുടെ പുരുഷനെന്ന് വിചാരിക്കുക. എനിക്ക് അതിനുള്ള ഭാഗ്യമൊന്നുമില്ല. ഉണ്ടെങ്കിലും അതൊക്കെ സിനിമയിലോ സീരിയലിലോ ഒക്കെ നടക്കൂ ഗൂഗിളേ. എന്റെ ജീവിതത്തിലൊക്കെ ഇത് എങ്ങനെ നടക്കാൻ? ശരി, ഓക്കെ, ബൈ ഗൂഗിൾ. സുന്ദരി അറിയാതിട നെഞ്ചില് കേറിയ കമനി, മധുമോഹവല്ലകി കനവായിരു കണ്ണില് കണ്ടൊരു കലനി. യോമായി മന്ദാകിനി, ഉള്ളിലുള്ളത് കൊള്ളയടിച്ചൊരു കനിനി. ജോലീനി ജോലി ജഗജാലകി നീയേ. ആരാ? അല്ല, ഏതാ ഈ അമ്മുമ്മ? വേഷം കെട്ടി വന്ന മന്മഥനാണോ?
മനമേ സോറി. സെയിം പിറ്റ്. നിങ്ങള് സുമ സുമംഗലി. നിങ്ങൾ രാകേഷ് അല്ല രാജശേഖരൻ. സുമംഗലി വെഡ്സ് രാജശേഖരൻ. കേൾക്കാൻ എന്തൊരു സുഖമാണ്. എക്സ്ക്യൂസ് മീ, റാംഭവൻ സാറിന്റെ വീട് ഇതല്ലേ? എന്നെ അന്വേഷിച്ചു വന്ന നവമന്മഥൻ നിങ്ങളാണോ? അത് ഈ വീട് തന്നെ. അതെ. എന്താ വേണ്ടേ? ഈ വീട്ടിലുള്ള അബ്രാം സാർ ട്യൂഷൻ ടീച്ചർ വേണമെന്ന് പത്രപരസ്യം കൊടുത്തായിരുന്നു. എനിക്ക് അകത്തേക്ക് പോകാമോ? എന്റെ ഹൃദയത്തിലേക്ക് വരവേൽക്കുന്നു. സുസ്വാഗതം. എന്താ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിലേക്ക് വെൽക്കുന്നു പറയായിരുന്നു. താങ്ക്സ്. ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്റെ ഇടതുകണ്ണ് തുടിച്ചപ്പോ എന്തോ ഒന്ന് വിചാരിച്ചു. എനിക്ക് വേണ്ടി എന്റെ വരൻ വന്നു കഴിഞ്ഞു. എന്റെ ഇണ വന്നു കഴിഞ്ഞു. എന്റെ ഹൃദയത്തിൽ മണി മുഴങ്ങുന്നു. ഇദ്ദേഹമാണോ അദ്ദേഹം? അദ്ദേഹമാണോ ഇദ്ദേഹം? താങ്ക് യു ഗൂഗിൾ, താങ്ക് യു. നെഞ്ചാകെ ഫുള്ളാകുന്ന പോലെ